ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടാണ് ഈ ഒരു വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ടോക്സിക് ട്രേറ്റ്സ് കാണിക്കുന്ന വൺ സൈഡ് ആൾക്കാരെ പറ്റിയിട്ടല്ല കേട്ടോ പറയണേ. അതും ഒരു ഭാഗത്തുണ്ട്, പക്ഷേ ഏതാണ് ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തിയ ചില പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ആ ഒരു വൺ സൈഡ് ലവിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ഹായ് ഹലോ, നമസ്കാരം. ഓക്കെ, സോ നമ്മൾ സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കേട്ടിട്ടെന്നല്ല, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവാൻ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. എന്താണ് ആ കാര്യം? ഞാനും മറന്നുപോയോ? ഓക്കെ, നമ്മൾ സ്കൂൾ ടൈമിൽ ഇൻ്റർവെലിനൊക്കെ ആയിട്ട് പുറത്തൂടെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തെ നമ്മളുടെ ക്രഷ് ആ വഴി ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ദേണ്ട അക്ഷയ് എന്നൊക്കെ ഇങ്ങനെ നമ്മളുടെ പേര് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയും എന്നുള്ളത്. അത് കേട്ട് അവൾ ചിരിക്കുന്നതും അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സൊക്കെ നോക്കിയിട്ട് എന്തുവാണ് ഇതൊക്കെ നോക്കിയിട്ട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് എൻ്റെ ക്രഷാണ് പോകുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ചമ്മലായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് എന്താണ് എൻ്റെ പേരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവളുടെ ഫ്രണ്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് അവളോട് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് എനിക്കറിയാം. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളിതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലവിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം, അതിൽ അനാവശ്യമായിട്ടുള്ള ടോക്സിക് ട്രേറ്റ്സ് ഒന്നുമില്ലാതെ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു സ്പേസ് നമ്മളുടെ ഇടയിലുള്ള ആ ഒരു സ്കൂൾ ടൈമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കോളേജിലേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് ബാഡ് ഇൻഫ്ലുവൻസസൊക്കെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലവിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ബാഡ് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന ചിന്തകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മെല്ലാണ്ടങ്ങ് മാറ്റുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഞാൻ മുന്നേ കണ്ണൂർ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ആ ഒരു ബസ്സിൽ വെച്ച് നടന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ഇൻസിഡൻറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അതിങ്ങനെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഇൻസിഡൻറ്റ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേരാണ്, അതായത് ഒരു 5ഓ 6ഓ ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരായിരിക്കും. അതിലൊരു പയ്യൻ, അതായത് നമ്മളുടെ ഹീറോ എന്ന് പറയുന്ന ആൾ, അവനിങ്ങനെ ബസ്സിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ചിട്ട് വേണമല്ലോ നമ്മൾ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് സെറ്റ് വീഴും. അപ്പോൾ ഇവനിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ പിടിക്കാതെ നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, നമുക്ക് കുറച്ച് ടാസ്ക്കാണ് ഈ കമ്പിയിൽ പിടിക്കാതെ നിൽക്കുക എന്ന് പറയുന്നത്. നമ്മൾ ബാലൻസ് സെറ്റ് വീണ് കഴിഞ്ഞാൽ എന്നൊരൊറ്റ പോകും. ഓക്കെ, അവനിങ്ങനെ നമ്മുടെ ഹീറോ, നമ്മുടെ ആ ഒരു 5-6 ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ എന്ന് പറഞ്ഞല്ലോ, അവനിങ്ങനെ അവൻ്റെ ക്രഷിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് അവനിങ്ങനെ കമ്പിയിലും പിടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് അത് അവൾ കണ്ടിച്ചിരിക്കുന്നതും ഇടയ്ക്ക് ഓരോ ഷാരൂഖ് ഖാനെ പോലെ ഇങ്ങനെ പോസും ആ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് നേരെ ഇൻസ്റ്റയിൽ കയറി ഇതന്നെയായിരുന്നു അന്നത്തെ സ്റ്റോറി എന്നുള്ളത്, ഈ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിംസാണ് ആ സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിലിംസാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫിലിംസിൽ നമ്മളുടെ നായികനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നായകൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ നമ്മൾ റിയൽ ലൈഫിലും ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ലവിൽ കുറേ കാര്യങ്ങൾ ഫിൽമിയായുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പുറത്തൂടെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസൈഡ് എത്തുമ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വരുന്നത്. അതിന് മുന്നേ വരെ നമ്മുടെ ഫിലിമിൽ കാണുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ഒരു ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ലവ് ആയിക്കഴിഞ്ഞാൽ, വൺ സൈഡ് ലവ് അല്ല, നമ്മുടെ റിലേഷൻഷിപ്പിലായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഇങ്ങനെ പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ എന്തായാലും അതൊക്കെ വേറൊരു പാർട്ടാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വൺ സൈഡ് ലവാണ്. ഓക്കെ, ഫൈൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ ടൈം തന്നെയായിരുന്നല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത്, ഈ ഒരു വൺ സൈഡ് ലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നോട്ട് ബുക്കിൽ ഇങ്ങനെ അവരുടെ പേര് എഴുതി വെക്കുന്നതും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഫ്ലെയിംസ് പറഞ്ഞിട്ട് ഒരു പാട്ട് കൂടി ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ. സോ രണ്ടാൾക്കാരുടെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ച് അതിൽ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്ത് ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോ എന്നുമില്ല, എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഇത് റിലേഷൻഷിപ്പിലുള്ളവർ മാത്രം
മാത്രമല്ല കേട്ടോ ചെയ്യണേ. അല്ലാണ്ട് തന്നെ എന്താണ് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരാളിങ്ങനെ എഴുതി വെക്കും, ഇവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലെയിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് പറയും, നീ ഇന്നാളെ മാരേജ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയും. സീനാണ് ആ സമയത്ത് എന്നുള്ളത്. കാരണം ഓക്കെ, എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവളയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൻ സീനായിരുന്നു ആ സമയത്ത്. ഭയങ്കര അതിൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ വഴക്കടിച്ചതും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതും പറഞ്ഞ് കളിയാക്കും. ഇങ്ങനെ ഇൻ്റർവെല്ലിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് വെറുതെ ഇങ്ങനെ നീ ഇവളെ മാരേജ് ചെയ്യാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. ആ ഒരു സമയത്തൊക്കെ സത്യം പറഞ്ഞ് ക്രിഞ്ചാണ്, പക്ഷെ ഭയങ്കര സ്വീഡായുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മളിങ്ങനെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുത്തിന് ഇതേപോലെ ഒരു പണി കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധാരണ ഈ ഒരു ബാക്ക് ബെഞ്ചിലിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സാണ് ഭയങ്കര അലമ്പ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഈവൻ ദോ എന്താണ് എൻ്റെ പേരൻസ് പോലും ഇപ്പോഴും വിചാരിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചിലുള്ളവരാണ് ഉഴപ്പന്മാർ എന്നാണ്. പക്ഷേ ശരിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കുള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവരാണ്. ഓക്കെ, ഈ ടീച്ചേഴ്സ് ആയാലും എന്താണ് ബാക്ക് ബെഞ്ചേഴ്സിനെയാണ് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുക. അവരാണ് അലമ്പുണ്ടാക്കുന്നുണ്ടോ, അവർ വർത്തമാനം പറയുന്നുണ്ടോ എന്ന് കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പക്ഷേ ഫേസ്റ്റ് റോളിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ആരും ചിന്തിക്കാറില്ല. അവരൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്നവരാണ് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഈ നമ്മുടെ പാരൻസിൻ്റെ വിചാരം അതാണ്, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ വിചാരം അതാണ്, എല്ലാവരുടെയും വിചാരം അതാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും ഓരോ കാര്യത്തിനെ പറ്റിയിട്ട്. അതാണ് കാര്യങ്ങളിങ്ങനെ അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതുൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ക്രഷിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വരക്കൊക്കെ ആയിരുന്നു. എനിക്ക് ഹാർട്ടും കാര്യങ്ങളൊക്കെ വരക്കായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണെന്ന് ഓർക്കണം. ആ ഒരു സമയത്താണ് ഈ ഒരു ക്രിഞ്ച് ഫെസ്റ്റ് നടക്കുന്നത്. ഓക്കെ, അവനിങ്ങനെ അതും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓക്കെ, ക്രിഞ്ച് ഞാൻ പറയുന്നില്ലേ, കാരണം അതിലും വലിയ ക്രിഞ്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, എന്ത് തന്നെ ആയാലും അവനിങ്ങനെ പേരും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വരക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാമിനെ വിളിച്ചിട്ട് കാണിച്ചു. മാം നോക്കുന്നവരുടെ ഇങ്ങനെ കാണിച്ചു, ചുമ്മാ ഒരു പണി കൊടുത്തതാണ്. ആ സമയത്ത് ഇങ്ങനെ മാം അവരെ എണീപ്പിച്ച് തന്നെ എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചത്. ഇതൊരു റെമഡി ക്ലാസ് ആണെന്ന് തോന്നുന്നു. എക്സാമിന് മാർക്ക് കുറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് റെമഡി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അവൻ്റെ ആ ഒരു സമയത്ത് അവൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഒരു ക്രഷിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പണി കൊടുത്ത കാരണം മാത്രം എല്ലാവരും അറിഞ്ഞു. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ മുകുന്ദനോട് അസോസിയേറ്റ് പറയുന്നത് എല്ലാവരും അറിയണം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ. അതേപോലെ ഈ വൺ സൈഡ് ലവിൻ്റെ സമയത്ത് നമ്മുടെ ക്രഷിൻ്റെ ഫ്രണ്ടുമായിട്ട് കമ്പനി ആകുക എന്നുള്ളതൊക്കെ ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അവർ വേണം നമ്മളുടെ മീഡിയേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളത്. വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിനെ കൺവിൻസ് ചെയ്യലെന്ന് പറയുന്നത് നമ്മളുടെ ക്രഷിനെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ക്രഷിനോട് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഓക്കെ, നേരിട്ട് സംസാരിക്കാനുള്ള ഗട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഒരു ഇത് എന്നുള്ളത്. അതായത് ഇവളെ പിടിച്ച് മീഡിയേറ്റർ കളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. സോ ഓക്കെ, അതായത് ഒരു ചോക്ലേറ്റ് നമ്മളുടെ ക്രഷിന് കൊടുക്കണമെങ്കിൽ 2 ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഇവക്ക് കൊടുക്കണം എന്നുള്ളൊരു ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ ഒരു കാര്യമായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ഭയങ്കര പ്യൂറായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള ഈഗോയോ വഴക്കോ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മളായി തന്നെ ഉണ്ടായ ആ ഒരു സ്വീറ്റായിട്ടുള്ള മൊമെൻറ്റ്സ്. സ്വീറ്റിന് മാത്രമല്ല കേട്ടോ, ചെറിയ രീതിയിലേക്ക് ഈ പോസിറ്റീവ്നെസ്സൊക്കെ അനുഭവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ഫീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ക്രഷ് പോയിട്ട് വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഈവൻ ക്രിസ്മസ് ഫ്രണ്ടിന് പോലും നമ്മളുടെ ക്രഷിനെ വേറെ ആൾക്ക് കിട്ടുന്നതൊക്കെ ഭയങ്കര പോസിറ്റീവ്നെസ്സൊക്കെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഭയങ്കര ക്രിഞ്ചായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് എന്തൊക്കെയോ നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയല്ലേ. സോ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വൺ സൈഡ് ലവ് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് യെസ്, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനായിട്ടുള്ളൊരു കാര്യം കൂടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നിങ്ങൾ കണ്ടു കാണും നമ്മളുടെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ കൊച്ചി ഇവരിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല 500ഓളം കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഇൻ്റർവ്യൂവേഴ്സും ഒക്കെയുള്ള വേദിയിൽ കേരളത്തിലെ പോഡ്കാസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ നിന്ന് സംസാരിച്ചു.
എല്ലാം സംഭവിച്ചതൊക്കെ എന്താണ് നിങ്ങൾ നിങ്ങൾ എൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്നതും നിങ്ങൾ എൻ്റെ പോഡ്കാസ്റ്റ് റേറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഫോളോ ചെയ്യുന്നതും ഒക്കെ കൊണ്ടാണ്. നിങ്ങളുടെ കമൻസും എല്ലാം വാല്യുബിളാണ്. സോ എല്ലാത്തിനും ഒരുപാട് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നല്ല എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഓക്കെ, അത് നേരത്തെ പറഞ്ഞല്ലേ. ഓക്കെ ഫൈൻ, എന്തൊക്കെയായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ.